ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈനാൻസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കുവരട്ടി, മസാല മെഴുക്കുവരട്ടി. ഇതിന് വേണ്ട സാധനങ്ങൾ: ചക്കക്കുരു ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒത്തിരി കളയണ്ട, അതിന് കരിന്തൊലി മാത്രം കളഞ്ഞ് ഇതിരുന്നാൽ ഗ്യാസ് ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് തൊലിയെ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് കഴുകി നന്നായിട്ട് വൃത്തിയാക്കേണ്ടത്. പിന്നെ മുളക് പൊടിയാണ്, ഒരു പിരിയമുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1/4 സ്പൂണ്, ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇതുണ്ടാക്കുന്ന വിധം: ഈ ചക്കക്കുരു ഞാൻ ചട്ടിയിലേക്ക് ഇടുകയാണ്, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് മുളക് പൊടി, പിരിയമുളക് പൊടിയാണ്, പിരിയമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മതി. പിന്നെ കുരുമുളക് പൊടിച്ചത് വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഇടുവാണ്. അതൊരു 1/4 സ്പൂൺ. ഇതൊരു 1/4 സ്പൂൺ മസാല, ഗരം മസാല പൊടിച്ചതാണ്, ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ ഞാനൊരു 8 അല്ലി വെളുത്തുള്ളിയാണ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഇതിടുകയാണ്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതുണ്ട്, ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചിട്ടാൽ മതി, നമ്മൾ പിന്നീട് കറിവേപ്പില ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമുക. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. 5 സ്പൂണും കൊണ്ട് ഇളക്കുക. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി നമുക്ക് വേവാൻ വേണ്ടി അനുവദിക്കാം. ഒന്ന് മൂടി വെക്കാം കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കാം. ചക്കക്കുരു മെഴുക്കുവരട്ടി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രൈ ആകും ഇപ്പോൾ തന്നെ. നമ്മുടെ ചീനച്ചട്ടി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി എണ്ണ ചൂടാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെയിറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ഒന്ന് ചൂടാകട്ടെ. തിളയ്ക്കാൻ പോവുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് നന്നായി പൊട്ടിട്ട് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊച്ചുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതിടാം. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. ഇനി 2 പച്ചമുളകുണ്ട്. നന്നായിട്ട് ചൂടാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ കടുക് വറുക്കാനായിട്ട് ഉള്ളി നന്നായിട്ട് ഒരു മെറൂൺ കളറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചക്കക്കുരു ഇടാം. ചക്കക്കുരു മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കത് ഇളക്കി നല്ല ഡ്രൈ ആക്കി എടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഡ്രൈ ആകുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ചക്കക്കുരു കഴിച്ചാൽ ഭയങ്കര ഗ്യാസ് ഉണ്ടാകുമെന്ന്. ഇതിനകത്ത് നമ്മൾ കുരുമുളകും
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടത് കൊണ്ട് ഇതിനകത്ത് ഒത്തിരി ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവർക്കും ധൈര്യമായിട്ടും കഴിക്കാം. ചക്കക്കുരു ചാറൊക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇത് മസാലയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത റെസിപ്പി കാണാൻ വേണ്ടി ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക.